ഇന്ത്യ ലോകകപ്പ് ഉയർത്തിയപ്പോൾ ആ നീല ജേഴ്സിയിൽ തിളങ്ങി നിന്ന മലയാളി താരം സഞ്ജു സാംസണെ നോക്കി ലോകം അത്ഭുതപ്പെട്ടു. പക്ഷേ ആ വിജയത്തിന് പിന്നിൽ വർഷങ്ങളോളം നീണ്ട അവഗണനയുടെയും കണ്ണീരിൻ്റെയും ആരും കാണാത്ത കഠിനാധ്വാനത്തിൻ്റെയും ഒരു കഥയുണ്ട്. ഇത് കേവലം ഒരു ക്രിക്കറ്റ് വിജയമല്ല, മറിച്ച് പരാജയപ്പെടുമെന്ന് ലോകം വിധിയെഴുതിയ ഒരിടത്ത് നിന്ന് തൻ്റെ മനക്കരുത്തുകൊണ്ട് വിധി തിരുത്തി കുറിച്ച ഒരു പോരാളിയുടെ കഥയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, മാനിഫെസ്റ്റേഷൻ എന്നാൽ വെറുതെ സ്വപ്നം കാണുക എന്നല്ല. ചുറ്റുമുള്ളവർ നിങ്ങളെ തഴയുമ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും നിങ്ങളെ തന്നെ വിശ്വസിച്ചുകൊണ്ട്, യഥാർത്ഥ മാജിക്കിൽ വിശ്വസിച്ചുകൊണ്ട്, യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിലാണ് വിജയം. 2024 ലോകകപ്പ് ടീമിൽ ഉണ്ടായിട്ടും ഒരു മത്സരം പോലും കളിക്കാൻ കഴിയാതെ പുറത്തിരിക്കേണ്ടി വന്ന സഞ്ജുവിനെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾ, ടീം സെലക്ഷനിലെ അവഗണനകൾ, ഏതൊരാളും തളർന്നു പോകുന്ന നിമിഷം. പക്ഷേ സഞ്ജു അവിടെ പതറിയില്ല. അവിടെയാണ് സഞ്ജുവിൻ്റെ കറേജ്, ധൈര്യം നമ്മൾ കാണുന്നത്. അദ്ദേഹം തൻ്റെ കളിയിൽ മാറ്റങ്ങൾ വരുത്തി, കൂടുതൽ കഠിനാധ്വാനം ചെയ്തു. എനിക്ക് അവസരം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്നതിന് പകരം അവസരം വരുമ്പോൾ ഞാൻ റെഡിയായിരിക്കും എന്ന് അദ്ദേഹം തൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു. പരാജയങ്ങൾക്കിടയിലും തല ഉയർത്തി നിൽക്കാനുള്ള ആ ധൈര്യമാണ് ഒരു മാനിഫെസ്റ്ററെ വിജയിയാക്കുന്നത്. മത്സരത്തിന് ശേഷം സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകൾ ഓരോ മാനിഫെസ്റ്റർക്കും ഒരു പാഠമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇത് ഞാൻ നേരത്തെ ആഗ്രഹിച്ച എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച നിമിഷമാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം ആ വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം ആകാശത്തേക്ക് നോക്കി പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞത്, കുരിശു വരച്ച് പ്രാർത്ഥിച്ചത്. ആ നിമിഷത്തിൽ പോലും അദ്ദേഹം കാണിച്ച ഗ്രാറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തെ വലിയവനാക്കുന്നത്. താൻ അനുഭവിച്ച വേദനകളോട് പോലും അദ്ദേഹം നന്ദി പറഞ്ഞു. കാരണം ആ വേദനകളാണ് അദ്ദേഹത്തെ ഈ വിജയത്തിന് പാകപ്പെടുത്തിയത്. എൻ്റെ ചില വീഡിയോകളിൽ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് വരുന്നത് നമ്മളെ പാകപ്പെടുത്താനാണ്. നമ്മുടെ ലൈഫിനെ അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. ഈശ്വരൻ നമ്മളെ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായി നമ്മളെ നന്നായിട്ട് പരീക്ഷിക്കും. അതായത് ആ വലിയ വിജയത്തിനെ ഉൾക്കൊള്ളാൻ പാകതയുള്ള വ്യക്തികളാക്കി നമ്മളെ ഒരുക്കുകയാണ് ആ വേദനകൾ നമുക്ക് തന്നുകൊണ്ട് യൂണിവേഴ്സ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. സഞ്ജു സാംസൺ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. ലോകം നിങ്ങളെ തഴഞ്ഞാലും പ്രപഞ്ചം നിങ്ങളെ കൈവിടില്ല. ആ ശക്തിയിൽ വിശ്വസിച്ച് കറേജോടുകൂടി, പ്രതീക്ഷയോടുകൂടി സ്വപ്നങ്ങളെ പിന്തുടരാൻ തയ്യാറായാൽ ആർക്കും ഏത് വിജയവും കൈപ്പിടിയിൽ ഒതുക്കാം എന്നാണ് അദ്ദേഹം നമുക്ക് തരുന്ന ഒരു സന്ദേശം. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ സഞ്ജു സാംസണെ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളെ വിജയമാക്കി മാറ്റാൻ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളതിന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇന്ന് തന്നെ നിങ്ങളും എഴുതി തുടങ്ങുക. പ്രതിസന്ധികളിൽ തളരാതെ നന്ദിയോടെ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾ ആരാവണം, എന്താവണം, എവിടേക്ക് എത്തിച്ചേരണം എന്നെല്ലാമുള്ള ഒരു പ്ലാൻ മനസ്സിലാദ്യം കൊണ്ടുവരിക. ആ പ്ലാൻ നിങ്ങൾ നിങ്ങളുടെ ഒരു ബുക്കിലേക്ക് എഴുതുക. അതിനുശേഷം വളരെ കറേജോടുകൂടി, ക്ഷമയോടുകൂടി നിങ്ങൾ അവയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഒപ്പം അവയിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം അത് എത്ര വലുതാണെങ്കിലും യൂണിവേഴ്സിന് അത് നടത്തിത്തരാൻ ഒരൊറ്റ നിമിഷം മാത്രം മതി എന്ന് സഞ്ജു സാംസണിലൂടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും, അത് എത്ര വലുതായാലും അവയെല്ലാം നേടാൻ തയ്യാറാകുക. അവയെല്ലാം സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തുറന്നിരിക്കുക. എല്ലാ നന്മകളും യൂണിവേഴ്സ് കനിഞ്ഞനുഗ്രഹിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.